ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സുമിത്രാസ് വേൾഡ്. ഹലോ ആരാ എന്ന അവരുടെ ചോദ്യം എന്നെ സ്വപ്നലോകത്ത് നിന്നും ഉണർത്തി. മാം, ഞാൻ ഇതിനു മുമ്പ് വിളിച്ചിരുന്നു. നിങ്ങൾക്കൊരു കൊറിയർ ഉണ്ട്. ചോദ്യത്തിന് മറുപടി നൽകി ഞാൻ പാഴ്സൽ കൈമാറി. കുളി കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴേ അമ്മ തുടങ്ങി, ഡാ സനു, നീ എന്ത് ഭാവിച്ച ഈ ഡെലിവറി ബോയ് ആയിട്ടും ജിം ട്രെയിനർ ആയിട്ടും ജീവിതകാലം കഴിയാൻ തന്നെയാണോ നിന്റെ ഉദ്ദേശം? അതിനാണോ നിന്നെ അച്ഛനും ഞാനും കൂടി ഇത്രയൊക്കെ പഠിപ്പിച്ച് അച്ഛൻ എന്നും ഇങ്ങനെ ബഹ്റിൽ തന്നെ കഴിയാൻ പറ്റുമോ? അമ്മയുടെ സ്ഥിരം ഡയലോഗ് അടി തുടങ്ങി. അമ്മേ, അതിനെന്താ ഇപ്പോ? എനിക്ക് നല്ലൊരു വരുമാനം അതിൽ കിട്ടുന്നില്ലേ? ഞാൻ ഹാപ്പിയാണമ്മ. 1-2 വർഷം കൂടി ഞാൻ നാട്ടിൽ തന്നെ നിന്നോട്ടെ. അപ്പോഴേക്കും എനിക്ക് ദുബായിൽ ഒരു ജോബ് റെഡിയാക്കാമെന്ന് സുരാജ് പറഞ്ഞിട്ടുണ്ട്. അമ്മ ടെൻഷൻ ആവാതെ എന്നും പറഞ്ഞ് അമ്മയുടെ കവളിൽ ഒന്ന് തലോടി കൊടുത്ത് ഞാൻ കയ്യിൽ നിന്നും ചായ വാങ്ങി കുടിച്ചു. എന്തേലും ആയിക്കോളൂ, അച്ഛൻ ചോദിച്ചാൽ ഇത് തന്നെ പറയണം കേട്ടോ എന്നും പറഞ്ഞ് അമ്മ കിച്ചണിലേക്ക് പോയി. ഞാൻ സനത്, സ്നേഹമുള്ളവർ എന്നെ സനു എന്ന് വിളിക്കും. വയസ്സ് 25, MBA കഴിഞ്ഞു. നാട് കണ്ണൂർ ാണ് അടുത്തുള്ള ഒരു ഗ്രാമം. അച്ഛൻ ഒരു ചന്ദ്രശേഖരൻ ബഹ്റിൽ ജോലി ചെയ്യുന്നു. അമ്മ വിനീത ഒരു പ്രൈവറ്റ് ആശുപത്രിയിൽ നേഴ്സാണ്. ചേച്ചി വിവാഹം കഴിഞ്ഞ ഭർത്താവിന്റെ കൂടെ മൈസൂരാണ്. അമ്മ പറഞ്ഞ പോലെ പേര് കേട്ട ഒരു ഓൺലൈൻ ഷോപ്പിംഗ് ഹോം ഡെലിവറി സ്റ്റാഫായും ജിം ട്രെയിനറായും നാട്ടിൽ തന്നെ അടിച്ചു പൊളിച്ചു പോകുന്നു. എന്റെ ഡെലിവറി ബോയ് ജോലി കൊണ്ട് എനിക്ക് കിട്ടിയ ആ നേട്ടമായിരുന്നു എന്റെ ആന്റി. ഞാൻ ആഗ്രഹിച്ചതൊക്കെ ആന്റി എനിക്ക് സാധിച്ചു തന്നു. ആന്റിക്കും ഞാനൊരു കൂട്ടായി മാറി. രാവിലെ 5:30 അമ്മ എഴുന്നേറ്റില്ല. ഇനി വൈകി ഞാൻ വരില്ല കേട്ടോ. നീ ബഹളം വെക്കതറാ, ഞാൻ ഇറങ്ങി ഇത്തിരി വെള്ളം കുടിച്ചോട്ടെ. രാവിലെ അമ്മയെ പ്രഭാത സവാരിക്ക് വിളിച്ചു എഴുന്നേൽപ്പിച്ച കൂടെ ഞാനും പോകുന്നുണ്ട് കേട്ടോ. എന്റെ ശരീരത്തിനോട് സ്നേഹം കൊണ്ടൊന്നുമല്ല. എനിക്ക് ആവശ്യത്തിനുള്ള ശരീര സൗന്ദര്യവും മസിലും ഒക്കെ ഞാൻ വൈകിട്ട് ജിമ്മിൽ കിടന്ന് വിയർത്തുണ്ടാക്കിയിട്ടുണ്ട്. ഇത് അമ്മയ്ക്കൊരു കൂട്ട്. ഒറ്റയ്ക്ക് 5-8 കിലോമീറ്ററോളം നടന്നു പോകണ്ടെന്ന് കരുതി. അങ്ങനെ മാത്രമാണെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞാൽ അത് തികച്ചും കള്ളത്തരമായി പോകും. കാരണം പ്രഭാത സവാരി പറഞ്ഞ് ഞാൻ പോകുന്നത് കാലത്ത് തന്നെ കണ്ണിനും ശരീരത്തിനും കുളിരുള്ള കാഴ്ചകൾ കാണാമോ എന്ന് കരുതിയാണ്. 30-40 വയസ്സുള്ള അടിപൊളി ചേച്ചിമാരും അമ്മായിമാരും നല്ലപോലെ നടക്കാൻ വരുന്ന സമയമാണിത്. ഡെലിവറി ബോയ് ആയി തുടങ്ങി 1-2 മാസം കഴിഞ്ഞു. ഒരുവിധം കൂടുതൽ പാഴ്സലൊക്കെ ഞാനാണ് അറ്റൻഡ് ചെയ്യാറ്. ഒരു പഴയ 800 കാറിലാണ് എൻ്റെ യാത്ര. കൊറിയർ സാധനങ്ങൾ കൊണ്ടുകൊടുക്കാനൊക്കെ അതാണ് ഞാൻ ഉപയോഗിക്കാറ്. അതുകൊണ്ട് കൂടുതൽ പാഴ്സൽ ഷോപ്പിൽ നിന്ന് എന്നെ ഏൽപ്പിക്കും. അങ്ങനെ ഒരു ദിവസം പാഴ്സലൊക്കെ ഒരുവിധം കൊടുത്തു തീർന്നു. അപ്പോൾ ഒരു ചെറിയ ബോക്സ് ബാക്കി ആയിക്കൊണ്ട് ബോക്സിലെ വിലാസം നോക്കിയപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോകുന്ന അതേ റൂട്ടിലാണ് ആ വീട്. ഏതായാലും പോകുന്ന വഴി അതും കൊടുത്തു പോകാനായി എൻ്റെ തീരുമാനം. വിലാസം നോക്കിയപ്പോൾ ഒരു പെണ്ണിന്റെ പേര് കണ്ടു. അഡ്രസ്സിലെ കോൺടാക്ട് നമ്പർ ഡയൽ ചെയ്ത് നോക്കിയപ്പോൾ വീട്ടിൽ ആളുണ്ട്, വരാൻ പറഞ്ഞു. അഡ്രസ്സിലെ വീടെത്തി. റോഡിൽ നിന്ന് ഇത്തിരി ഉള്ളിലോട്ട് മാറി മതിൽക്കെട്ടിനകത്ത് ഇരുനില വീട്. അവിടുന്ന് 10 കിലോമീറ്റർ പോയാൽ എൻ്റെ വീടെത്തും. ഗേറ്റിനടുത്ത് കാർ നിർത്തി പാഴ്സലുമായി ഞാൻ ഗേറ്റ് കടന്ന് നടന്നു. വീടിന് മുമ്പിൽ ഗാർഡനും മറ്റും നിറഞ്ഞു നിൽക്കുന്നു. അടിപൊളി വീട്. പെട്ടെന്ന് അവിടേക്ക് ആര് കയറി ചെന്നാലും പുറത്തുനിന്ന് ആരും കാണില്ല. വീടിന്റെ മുറ്റത്തെത്തി വാതിലടഞ്ഞ് കിടക്കുന്നുണ്ട്. കോളിംഗ് ബെല്ലൊക്കെ കൈയമർത്തി 2 മിനിറ്റ് കഴിഞ്ഞ് വാതിൽ തുറന്നു. ഒരു 35-ന് മുകളിൽ പ്രായം തോന്നിക്കുന്ന ഒരു സ്ത്രീ പുറത്തേക്ക് വന്നു. ഇവളാണ് ജിജി മനോജ്. ഒരു ഗ്രേ കളർ നൈറ്റ് പാന്റ്, പിങ്ക് കളർ ബനിയനിട്ട് അവർ പുറത്തേക്ക് വന്നു. ഒരു നിമിഷത്തേക്ക് ഞാൻ ഏതോ ലോകത്തായിപ്പോയി. ഇളം കറുപ്പ് നിറം, നല്ല തടി, അധികം ഹൈറ്റ് ഇല്ല, വട്ടമുഖം, ചെറിയ നുണക്കുഴി, കവളിൽ അവിടെ മുഖക്കുരു. ഹലോ ആരാ എന്ന അവളുടെ ചോദ്യം എന്നെ സ്വപ്നലോകത്ത് നിന്നും ഉണർത്തി. മാം, ഞാനിതിനു മുമ്പ് വിളിച്ചിരുന്നു. നിങ്ങൾക്കൊരു കൊറിയർ ഉണ്ട്. എന്താ പേര്? സൈൻ ചെയ്യുന്നതിനിടയിൽ അവളുടെ ചോദ്യം. എൻ്റെ പേര് സനത്. അവിടെ അടുത്ത് തന്നെയാണ് വീട്. മുമ്പ് ഇവിടെയൊക്കെ പ്ലംബിംഗ് വർക്കൊക്കെ ചെയ്തിരുന്നില്ല ചന്ദ്രശേഖരൻ. അവരുടെ മോനാണ്. ഓ, ശേഖരേട്ടന്റെ മോനാണോ? മുഖത്തൊരു ചിരി വിടർത്തി അവൾ പറഞ്ഞു. സ്ഥലത്തെ ക്യാഷ് ഇരിപ്പില്ല ഇവിടെ. എന്താ ചെയ്യാ? ഗൂഗിൾ പേ വഴി മതിയാവോ? ഞാൻ ഗൂഗിൾ പേ വഴി അയച്ചു തന്നാൽ മതിയെന്ന് പറഞ്ഞു. എൻ്റെ മൊബൈൽ നമ്പർ പറഞ്ഞു കൊടുത്തു. പൈസ അക്കൗണ്ടിൽ കയറിയതിൻ്റെ നോട്ടിഫിക്കേഷൻ മൊബൈലിൽ വന്നു. ഞാൻ അവരോട് ബായും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. അവർ പാഴ്സലുമായി വീടിനുള്ളിലേക്ക് പോകുമ്പോൾ ഞാൻ ഒന്നുകൂടി അവരെ തിരിഞ്ഞു നോക്കി. വൈകിട്ട് ജിമ്മിൽ പോയി. ജിമ്മിൽ ആണുങ്ങളും പെണ്ണുങ്ങൾക്കും പ്രത്യേകം സെക്ഷൻ ഉണ്ടെങ്കിലും ട്രെയിൻ ചെയ്യുന്നത് മിക്കപ്പോഴും ആണുങ്ങൾ തന്നെയാണ്. സുബ്ബ മാത്രമാണ് പെൺ ട്രെയിനർ ഉള്ളത്. ജിം പോയി വന്നു കഴിഞ്ഞ് കുളി കഴിഞ്ഞ് ഉറങ്ങാൻ കിടന്നപ്പോഴും രാവിലെ കണ്ട ജിജി മനോജിന്റെ മുഖം മനസ്സിലേക്ക് ഓടി വന്നു. അപ്പോഴാണ് അവരുടെ നമ്പർ എൻ്റെ കയ്യിലുള്ളത് ഓർമ്മ വന്നത്. മൊബൈലിൽ വാട്സപ്പ് ഓണാക്കി നമ്പർ സേവ് ചെയ്ത് നോക്കി. പ്രൊഫൈൽ പിക്ക് ഒരു കണ്ണിന്റെ ആണ്. ആളിപ്പോൾ ഓൺലൈനിലുണ്ട്. സമയം 11:30. ഇവർക്കൊന്നും ഉറക്കമില്ലേ എന്ന് മനസ്സിൽ ചിന്തിച്ചു. ആ, കിട്ടും ഗൾഫിലല്ലേ, രാത്രി വിളിയോ മറ്റോ ആയിരിക്കും എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ എൻ്റെ മൊബൈലിലേക്ക് അവരുടെ ഒരു മെസ്സേജ്. ഹലോ, സനത്തല്ലേ? ഞാൻ ഒട്ടും വൈകാതെ അതേ എന്ന് തിരിച്ച് റിപ്ലൈ കൊടുക്കുന്നതിന്റെ കൂടെ ചോദിച്ചു, എന്താ ഇപ്പോൾ മെസ്സേജ് അയച്ചേ? അത് പിന്നെ ഹസ് വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് സനത്തിന്റെ ഓൺലൈൻ കണ്ടത്. അപ്പോഴൊരു കാര്യം ചോദിക്കാമല്ലോ എന്ന് കരുതി. അതാ ഇപ്പോൾ അയച്ചേ. ഓ ആണോ? അതിനെന്താ മാം, പറഞ്ഞോളൂ. സനത്, ആദ്യം ഈ മാം വിളി ഒന്ന് മതിയാക്കോ? പേര് വിളിച്ചാൽ മതി. ഇല്ലേ, ചേച്ചിന്ന് ആൻറ്റിന്നോ? കേട്ടോ, രാവിലെ കൊറിയർ വന്ന പ്രൊഡക്റ്റിനെ പറ്റി പറയാനാ. ആ ശരി ജിജി. എന്തു പറ്റി? ഡാമേജ് ഉണ്ടോ? ഉണ്ട്. ഷോപ്പിംഗ് ആപ്പിൽ കയറി റിട്ടേൺ കൊടുത്താൽ മതി. ഞങ്ങളൊന്ന് എടുത്തോളാം. അത് യൂസ് ചെയ്യാനോ അതിന് ടാഗ് കളയാനോ പാടില്ല, അത്രേ ഉള്ളൂ. ഓ അങ്ങനെയാണോ? സനത്, ഞാനിത് ഓർഡർ ചെയ്തിട്ടുണ്ട്. കുഴപ്പമുണ്ടോ? തുണിയോ മറ്റോ ആണെങ്കിൽ മാറ്റി കിട്ടാൻ പ്രയാസമാണ് ജിജി. എന്താ പ്രൊഡക്റ്റ് ഒന്ന് പറയാമോ? അത് പിന്നെ അണ്ടർ ഗാർമെന്റ്സ് ആണ്. കോംബോ പാക്ക് ആണ്. ഓഫർ കണ്ടപ്പോൾ മേടിച്ചതാണ്.
പക്ഷേ ഇപ്പോൾ വന്നേക്കുന്നത് ഞാൻ കൊടുത്ത അളവിലുള്ളതല്ല, അത് ഇത്തിരി ടൈറ്റാണ്. ഇത് മാറ്റി മേടിക്കാനാണ്. അത് സാരമില്ല, ഞാൻ വേണ്ടത് ചെയ്തോളാം. ഞാൻ നാളെ വന്ന് കളക്ട് ചെയ്യാം. ഒരു താങ്ക്സും ഗുഡ് നൈറ്റും പറഞ്ഞ് ജിജി ഓഫ്ലൈനിലായി പോയി. ജിജിയുമായുള്ള ചാറ്റ് എൻ്റെ മനസ്സിന് വല്ലാത്ത സന്തോഷമുണ്ടാക്കി. ഉറക്കം വരാതെ തിരിഞ്ഞു മറിഞ്ഞു കിടന്ന് എങ്ങനെയെല്ലാം രാവിലെയാക്കി. മോർണിംഗ് വാക്ക് വന്നു കഴിഞ്ഞ് കുളി കഴിഞ്ഞ് അമ്മയോട് ബായ് പറഞ്ഞ് കാറെടുത്ത് നേരെ ജിജിയുടെ വീട്ടിലേക്ക് പോയി. ജിജിയുടെ മോളാണ് വാതിൽ തുറന്നത്. അങ്കിളെ ഇരിക്കട്ടോ, അമ്മയെ ഞാൻ വിളിക്കാം എന്നും പറഞ്ഞ് അവർ പുറത്തേക്ക് പോയി. ഞാൻ വരുന്ന കാര്യം മോളോട് പറഞ്ഞു കാണുമെന്ന് അപ്പോൾ മനസ്സിലായി. അല്പസമയം കഴിഞ്ഞ് ജിജി പുറത്തേക്ക് വന്നു. അവൾ എന്നോട് സംസാരിക്കുമ്പോൾ അവരുടെ കണ്ണിലെ തിളക്കം ഞാൻ ശ്രദ്ധിച്ചു. സംസാരിക്കുന്നിടയിൽ ചുമ്മാ ചോദിച്ചു, മനോജേട്ടൻ? ഇല്ല, വന്നിട്ട് 2 വർഷം കഴിയാറായി. അവൾ ഉത്തരം നൽകി. ഓ, എപ്പോ ആന്റി മാത്രമേ ഇവിടെ ഉള്ളൂ? ആ, ഞാനും എൻ്റെ മോളും. എൻ്റെ വീട് കുറച്ച് ദൂരെയാണ്. ഭർത്താവിന് ഇവിടെ അടുത്ത് തന്നെയാണ്. അവിടെ ഭർത്താവിൻ്റെ അച്ഛനും അമ്മയും ഉണ്ട്. പക്ഷെ അമ്മായച്ഛനും അമ്മായിമ്മയും നാത്തൂൻ്റെ പ്രസവമായതുകൊണ്ട് അവർ ബാംഗ്ലൂരിലേക്ക് പോയി. അല്ലെങ്കിൽ അവർ ഇവിടെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനും മോളും മാത്രമേ ഉള്ളൂ. ഭർത്താവില്ലാത്തത് കൊണ്ട് പുറത്തുപോയി വാങ്ങിക്കലൊക്കെ കുറവാണ്. കൂടുതലും ഓർഡർ ചെയ്ത് വാങ്ങിക്കാറാണ് പതിവ്. ഇതിപ്പോൾ ആദ്യമായിട്ട് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത്. അത് സാരില്ല ആൻറ്റി, മാറ്റി കിട്ടുമെന്ന് ഞാൻ നോക്കാം. അങ്ങനെ സാധനം തിരികെ വാങ്ങിച്ച് ഞാൻ വീട്ടിൽ നിന്ന് തിരിച്ചു. ഷോപ്പിലേക്ക് പോകുന്ന വഴി ജിജിയെ കുറിച്ച് തന്നെയാണ് ചിന്ത. അങ്ങനെ ഞാൻ അവർക്ക് അത് മാറ്റിക്കൊടുത്തു. അത് കൊടുക്കാനായി ഞാൻ പിന്നെയും ആൻറ്റിയുടെ വീട്ടിലേക്ക് ചെന്നു. അവിടെ നേരം ആൻറ്റി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ആ പാഴ്സൽ ആൻറ്റിക്ക് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ആൻറ്റി ഇത് തന്നെ ഒന്ന് ഇട്ട് നോക്ക്. ഇനി എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ തന്നെ തിരിച്ചു കൊണ്ടുപോകാമല്ലോ. ആ, അത് ശരിയാ സനു. എന്തായാലും നീ കയറിയിരിക്കെ, ഞാനത് ഇട്ട് നോക്കിയിട്ട് വരാം. ശരി ആൻറ്റി. അങ്ങനെ ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു. ആൻറ്റി വരുന്നത് നോക്കി. പക്ഷെ അരമണിക്കൂർ കഴിഞ്ഞിട്ടും ആൻറ്റി വന്നില്ല. ഞാൻ അകത്തേക്ക് കയറി നോക്കാൻ തന്നെ തീരുമാനിച്ചു. ഞാൻ കയറി അകത്തേക്ക് നോക്കി. പക്ഷെ ആൻറ്റിയെ കണ്ടില്ല. ഞാൻ വിളിച്ചു നോക്കി. ആൻറ്റി ഒന്നും മിണ്ടിയില്ല. പിന്നെ ഞാൻ ബെഡ്റൂമിൽ കയറി നോക്കി. അവിടെ വെച്ച് ഞാൻ ആൻറ്റിയെ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ആൻറ്റിയുടെ കട്ടിലേക്ക് കിടക്കുമായിരുന്നു. ഞാൻ അടുത്തേക്ക് ചെന്നു. ബോധമില്ലാതെയാണ് കിടക്കുന്നത്. ആ കോലം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ വെള്ളം ഒഴിച്ചു. ആൻറ്റി എണീറ്റു. വല്ലാത്ത ദാഹമുണ്ടെന്ന് കുടിക്കണമെന്ന് പറഞ്ഞു. ഞാൻ വേഗം കുടിക്കാനായി കൊടുത്തു. ആൻറ്റിക്ക് നല്ല ദാഹത്തെ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ പിന്നെയും കൊടുത്തു. അങ്ങനെ എല്ലാ ദാഹവും മാറി. ആ സമയത്ത് ഞാൻ ചോദിച്ചു, എന്തു പറ്റി ആൻറ്റി എന്ന്. എനിക്കറിയില്ല സനു, പെട്ടെന്ന് എന്തോ ക്ഷീണം പോലെ തോന്നി. പിന്നെ ബെഡിൽ വീണതേ ഓർമ്മയുള്ളൂ. വീണ്ടത് കൊണ്ട് നന്നായി, അല്ലെങ്കിൽ ഞാനിന്ന് എന്ത് ചെയ്യുമായിരുന്നു. മുമ്പ് ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അന്ന് ചേട്ടൻ ഉണ്ടായിരുന്നു. അത് ചേട്ടൻ ശരിയാക്കി തന്നു. ഇപ്പോൾ അതുപോലെ തന്നെയുള്ളൊരു പരവശമായിരുന്നു. നീ ആ വെള്ളം തന്നുകൊണ്ട് എൻ്റെ എല്ലാ വിഷമവും മാറി. അതുകൊണ്ട് ഇനി ഇടയ്ക്ക് അങ്ങോട്ട് വരണം കേട്ടോ. അതിനെന്താ ആൻറ്റി, ഞാൻ വരാമല്ലോ. അങ്ങനെ അങ്ങോട്ടുള്ള പോക്ക് ഞാൻ കൂടുതലാക്കി. ഇപ്പോൾ ഞങ്ങൾ തമ്മിൽ നല്ല കമ്പനിയാണ്. എന്ത് പ്രശ്നങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറഞ്ഞ് പരിഹരിക്കുന്ന നല്ല കൂട്ടുകെട്ടായി മാറിയത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ മോട്ടിവേഷണൽ സ്റ്റോറി നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറന്നുപോകില്ലല്ലോ. അപ്പോൾ ഇതിൽ നല്ലൊരു കഥയുമായി ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേരുന്നു. അപ്പോൾ വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ ഫ്രണ്ട്സ്. ഗുഡ് നൈറ്റ്.